ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞാറ്റാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചച്ചക്ക എങ്ങനെ നമുക്ക് കേടുകൂടാതെ വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചക്ക നല്ല വിളഞ്ഞ നല്ല പുഴുങ്ങിയെടുക്കാൻ പറ്റിയ ഒരു ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. ഈ സീസൺ സമയത്തൊക്കെ ഈ ചക്ക നമ്മൾ കിട്ടിക്കഴിയുമ്പം നമ്മൾ അന്നേരം തന്നെ വേവിച്ച് കഴിക്കും. പക്ഷേങ്കിൽ നമ്മൾ ഈ സീസണെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചക്കയൊന്നും കിട്ടാത്ത ഒരു സമയത്ത് നമ്മൾ ചക്കയൊന്ന് കഴിക്കണമെന്ന് നമുക്കൊരാഗ്രഹം തോന്നുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഫ്രഷായിട്ട് ചക്ക വേവിക്കുന്ന പോലെ തന്നെ അതേ രുചിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഈ രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ. അതായത് നമ്മൾ സാധാരണ പച്ചയ്ക്ക് നമ്മളെടുത്ത് സാധാരണ എല്ലാവരും സാധാരണ ചെയ്യുന്നത് പച്ചയ്ക്കെടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഫ്രീസറിലെടുത്ത് പച്ചയായിട്ടെടുത്ത് സൂക്ഷിക്കുമ്പം നമുക്ക് ഇത് വെള്ളം പിടിച്ച് അതിൻ്റെ രുചിയൊക്കെ മാറി വേവിക്കുന്ന സമയത്ത് ശരിക്കും ഫ്രഷായിട്ടുള്ള രുചി കിട്ടാറില്ല. ചിലർ പറയാറുണ്ട്, പിന്നെ ഞങ്ങൾ അങ്ങനെ വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാൻ പറ്റിയെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് പിന്നെ ഇതുപോലെ ഇങ്ങനെ ഫ്രഷായിട്ട് അങ്ങോട്ട് ഒരു ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുകയില്ലെന്നുള്ളതാണ്. അതായത് നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കറണ്ടൊക്കെ പോകും, ഫ്രിഡ്ജൊക്കെ അതുപോലെ നല്ല കണ്ടീഷനായിട്ട് ഫ്രീസിങ് ആയിട്ട് അങ്ങനെ ഇരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ചക്ക പെട്ടെന്ന് അത് വെള്ളം പിടിച്ചു പോകും. അങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കുന്നത്. പക്ഷേങ്കിൽ ഈ എത്ര കറണ്ട് പോയെന്ന് പറഞ്ഞാലും ഫ്രിഡ്ജിനകത്തിൽ നമ്മൾ ഫ്രീസറിനകത്തിൽ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു വെള്ളവും പിടിക്കത്തില്ല. വെള്ളം പിടിക്കത്തേയില്ല. വെള്ളം പിടിക്കുകയോ പിന്നെ മഞ്ഞിക്കുകയോ മറ്റ് യാതൊരു വിധത്തിലുള്ള രുചി വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഞങ്ങളത് സ്ഥിരം ചെയ്യുന്നതാണ്. കാരണം അതിങ്ങനെ വേവിച്ചെടുത്ത് വെച്ച് ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞ ശേഷം നമ്മളിത് വിദേശത്തൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അവർ കൊണ്ടുപോയി കഴിച്ചിട്ട് വേവിച്ച് കഴിച്ചിട്ട് ഫ്രഷായിട്ട് കഴിച്ച അതേ രുചിയിൽ തന്നെ കഴിക്കാൻ പറ്റിയെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ നമ്മളിതെല്ലാം പറക്കിയെടുക്കുകയാണ്. ഇതെല്ലാം പറക്കിയെടുത്ത ശേഷം ഈ ചുള നമ്മളിതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുക്കണം. സാധാരണ തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ കുരു നമ്മൾ കളഞ്ഞെടുക്കണം. കുരു നമ്മളെല്ലാം കളഞ്ഞെടുത്ത് ഒരുക്കിയെടുത്ത ശേഷം നമ്മൾ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. ചെറിയതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. കാരണം നമുക്ക് പിന്നീട് അധികം നമ്മൾ വേവിക്കത്തില്ല. കാരണം ഇത് ജസ്റ്റ് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് സംഭവം ചെയ്യുന്നത്. അപ്പം നമ്മൾ അരിയുന്ന സമയത്ത് ഒത്തിരി വലിപ്പത്തിൽ നമ്മൾ അരിയല്ല. സാധാരണ നമ്മൾ വേവിക്കാൻ എങ്ങനെയാണ് അരിയുന്നത് അതുപോലെ തന്നെ ചെറുതായിട്ട് നമ്മളിത് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ചുളയെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളെങ്ങനെയാണ് ഈ ചക്ക നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം. നമ്മുടെ ഈ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇപ്പോൾ ഞാൻ മൊത്തം അരിഞ്ഞെടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിനകത്ത് അതിൻ്റെ തട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഉപ്പും ഒക്കെ ഒന്ന് പുരട്ടി ഈ ചുള അതിലേക്കിട്ട് ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതായത് ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, ഒരു പകുതി വേവിൽ പുഴുങ്ങിയെടുക്കുക. ഇതങ്ങനെ പുഴുങ്ങിയെടുത്ത് വെച്ചതാണ് ഞാൻ. ഇതിനിപ്പോൾ ഒന്ന് തണുക്കാൻ വെക്കുകയാണ്. തണുത്ത ശേഷം പാക്കറ്റിനകത്ത് നമ്മൾ ആക്കി പാക്ക് ചെയ്യണം. അതായത് പിന്നെ സിപ്പ് ലോക്ക് പോലെയുള്ള എയർ കയറാത്ത കവറിനകത്തിൽ നമ്മൾ ഈ തണുത്ത ശേഷം ഇത് ഇട്ട് ഒട്ടും എയർ കയറാൻ പാടില്ല. നമ്മളിങ്ങനെ ഇതിനകത്തിൽ എയർ ടൈറ്റായിട്ടുള്ള കവറിനകത്തിലിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വർഷങ്ങൾ വേണേലും ഇതൊരു കേടും വരാതെ ഇങ്ങനെ ഇരുന്നോളും. എത്ര വർഷം കഴിഞ്ഞ് എടുത്താലും നമുക്ക് ഒരു രുചി വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് നമ്മൾ പുഴുങ്ങിയെടുത്ത് ഇതുപോലെ എയർ ടൈറ്റായിട്ടുള്ള സിപ്പ് ബ്ലോക്ക് കവറിനകത്തിലാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ചക്കയാണിത്. നമ്മുടെ ഫ്രിഡ്ജിനകത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനിയിപ്പം അടുത്ത വർഷം നമ്മുടെ സഹോദരങ്ങളൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്തൊക്കെ ആണ് വരുന്നതെങ്കിൽ നമുക്കിതെടുത്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് ഫ്രഷായിട്ട് തന്നെ വേവിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മളത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒട്ടും രുചി വ്യത്യാസം വരികയില്ലെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ അന്നേരം എടുത്ത് ഫ്രഷായിട്ട് വേവിക്കുന്ന പോലെ തന്നെ നമുക്ക് വേവിക്കും. വെള്ളം പിടിച്ചു പോകത്തില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്ന പച്ചക്കെടുത്ത് പച്ചച്ചുള അരിഞ്ഞ് അതേപടി പച്ചക്കെടുത്ത് സിപ്ലോ കവറിലാക്കി എയർ ടൈറ്റായിട്ട് എടുത്ത് വെക്കാറുണ്ട്. പണ്ട് തൊട്ട് അങ്ങനെയാണ് സാധാരണ ചെയ്തു വന്നിരുന്നത്. പക്ഷേങ്കിൽ പലരും പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതുപോലെ ഈ പച്ച ചക്ക നമ്മളെടുത്ത് വേവിക്കാൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പഴയ ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല, ഫ്രഷായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയില്ല. അതുപോലെ തന്നെ ഇത് വെള്ളം പിടിക്കും, നന്നായിട്ട് വെള്ളം പിടിച്ച് എന്താ പറയുക, ഒരു വല്ലാത്ത രീതിയിൽ ആ ചുളയായി പോകാറുണ്ട്. ചിലർ പറയും അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ വേവിക്കുമ്പം കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് വേവിക്കാൻ പറ്റിയെന്നൊക്കെ. അത് ഒരു പക്ഷേ ചിലപ്പം അറിയില്ല, ഫ്രിഡ്ജിൻ്റെ കുഴപ്പം കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ഈ രീതിയിൽ ആണ് ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെയാണ് ചെയ്തു വരുന്നത്. കാരണം ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നമുക്കുണ്ട്. അല്ലെങ്കിൽ കറണ്ട് ഇപ്പോൾ ഇടയ്ക്കൊന്ന് പോയാൽ പോലും നമുക്ക് ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് ഒരു കേടും വരികയില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ചക്കക്കുരു എങ്ങനെ എളുപ്പത്തിൽ തൊലി കളയാമെന്നത് അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്തിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിനകത്തിൽ ഈ വീഡിയോ മാത്രമല്ല വേറെയും വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസുകളൊക്കെ എല്ലാവരും ഒന്ന് പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.